ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത് ഗ്രാമറിന്റെ സിമ്പിളും കോംപ്ലക്സും കോമ്പൗണ്ടും സെന്റൻസും എങ്ങനെയൊക്കെയാ വരുന്നതെന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് ഒട്ടും ലേറ്റ് ആക്കാതെ വേഗം തന്നെ ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം സിമ്പിൾ കോംപ്ലക്സ് ആൻഡ് കോമ്പൗണ്ട് സെന്റൻസ്. സിമ്പിൾ കോംപ്ലക്സും കോമ്പൗണ്ട് സെന്റൻസും എന്താണെന്ന് നമുക്ക് നോക്കാം. വി നോ ദാറ്റ് എ സെന്റൻസ് മേ ബി comprised of either a principal clause only or a principal and subordinate clause. ഇത് വന്നിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഇതൊരു സെന്റൻസ് ആണ്. ആ സെന്റൻസ് വന്നിട്ട് കംപ്രൈസ്ഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ക്ലോസ് ആയിരിക്കും, അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ആൻഡ് സബോർഡിനേറ്റ് ക്ലോസ് ആയിരിക്കും. ഇത് രണ്ടിനെ ആയിരിക്കും ഈ സെന്റൻസ് കംപ്രൈസ്ഡ് ചെയ്ത് വരുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഒന്നാമത്തെ സിമ്പിൾ സെന്റൻസ് വരുന്നത് നോക്കാം. A sentence which has only one subject and one finite verb. ഇതിൽ ഒരു സബ്ജക്റ്റും ഒരു ഫൈനൈറ്റ് വെർബ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അതിനെയാണ് നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസ് വരുന്നത്. സിമ്പിൾ വെച്ചാൽ ചെറിയ ഒരു വാചകം വരുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ഇത് വരുന്നത്. പിന്നെ എക്സാമ്പിൾ, രജനി റോട്ട് എ ലെറ്റർ. രജനി ഒരു എഴുതി. ഇത് ചെറിയതായിട്ട് വരുന്നത്. സഞ്ജു സോ ഹിം പ്ലേയിങ് ഫുട്ബോൾ. സഞ്ജു കണ്ടു അവൻ ഫുട്ബോൾ കളിക്കുന്നത്. ഈ ലൈക്ക് സിംഗിങ്, അവന് പാടുന്നത് ഇഷ്ടമാണ്. അപ്പോൾ ഇതുപോലത്തെ ചെറിയ ചെറിയ വാക്കുകളൊക്കെ വരുന്നതാണ് സിമ്പിൾ സെന്റൻസ് വരുന്നത്. ഇനി കോംപ്ലക്സ് സെന്റൻസ് നോക്കാം. സെന്റൻസ് ഹാവിങ് ഓൺലി വൺ പ്രിൻസിപ്പൽ ക്ലോസ് ആൻഡ് വൺ ഓർ മോർ സബോർഡിനേറ്റ് ക്ലോസ്. ഇതിൽ വന്നിട്ട് ഒരു പ്രിൻസിപ്പൽ ക്ലോസും ഉണ്ടാവും, പിന്നെ അല്ലെങ്കിൽ വൺ ഓർ മോർ സബോർഡിനേറ്റ് ക്ലോസും ഉണ്ടാവും. അപ്പൊ അതിനെയാണ് നമ്മൾ കോംപ്ലക്സ് സെന്റൻസ് എന്ന് പറയുന്നത്. കോംപ്ലക്സ് ആയിട്ട് വരുന്ന ഒരു സെന്റൻസ് ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ എക്സാമ്പിൾ നോക്കാം. ദിസ് ഈസ് ദി ബോയ് whom I am most fond of. നമ്മൾ ഇതിൽ രണ്ട് ഇത് വരുന്നത് ദിസ് ഈസ് ദി ബോയ് എന്ന് പറയുന്നുണ്ട്, whom I most fond of. ആ രീതിയിൽ വരുന്നത് അതിനെയാണ് നമ്മൾ കോംപ്ലക്സ് സെന്റൻസ് എന്ന് പറയുന്നത്. when സുനി entered the room we started laughing. സുനി അകത്തേക്ക് വന്നപ്പോൾ ഞങ്ങൾ ചിരിക്കുകയായി. ഇതിങ്ങനെ വരുന്ന സെന്റൻസ് ആണ്. ഓക്കെ, അപ്പൊ ഇതിനെയാണ് നമ്മൾ കോംപ്ലക്സ് സെന്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി വി ഹോപ്പ് ദാറ്റ് യു വിൽ കം ഔട്ട് വിത്ത് ഫ്ലൈയിങ് കളേഴ്സ്. നീ ഫ്ലൈയിങ് കളേഴ്സ് കൊണ്ട് നീ പുറത്തേക്ക് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൽ വരുന്നത് കോംപ്ലക്സിൽ. പിന്നെ ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് ദി സബോർഡിനേറ്റ് ക്ലോസസ്. ഇത് നമ്മൾ നോട്ട് ചെയ്യുന്നത് സബോർഡിനേറ്റ് ക്ലോസസും മേ ബി അഡ്ജക്റ്റീവ് ക്ലോസസും അഡ്വർബ് ക്ലോസസും ഓർ നൗൺ ക്ലോസസും ഒക്കെ ഇതിൽ വരുന്നത്. സബോർഡിനേറ്റ് ക്ലോസസും അഡ്ജക്റ്റീവ് ക്ലോസസും അഡ്വർബ് ക്ലോസസും നൗൺ ക്ലോസസും ഇതൊക്കെയാണ് വരുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ കോമ്പൗണ്ട് സെന്റൻസ്. ഈ കോമ്പൗണ്ട് സെന്റൻസ് ഈസ് മേഡ് അപ്പ് ഓഫ് രണ്ടോ മൂന്നോ പ്രിൻസിപ്പൽ ക്ലോസസ് കൊണ്ട് വരുന്നതാണ്. ഓക്കെ, ആൻഡ് ഇറ്റ് മേ ഹാവ് ഓർ മേ നോട്ട് ഹാവ് സബോർഡിനേറ്റ് ക്ലോസസ്. ഇതിൽ വന്നിട്ട് ചിലപ്പോൾ സബോർഡിനേറ്റ് ക്ലോസസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഉണ്ടാവാതെ ഇരിക്കാം, അങ്ങനെ വരത്തുള്ളൂ. ഓക്കെ, എക്സാമ്പിൾ നോക്കാം. ദ ബുക്ക് വാസ് ടോൺ ആൻഡ് ദ പേപ്പർ വേർ സ്പോയിൽഡ്. ബുക്ക് കീറിയിട്ടുണ്ടാണ്, പേപ്പറൊക്കെ നശിച്ചിരുന്നു. ഹി കെയിം ടു മീ ആൻഡ് ടുക്ക് അവേ ദ ബുക്ക് വിച്ച് ഐ വാസ് റീഡിങ്. ഞാൻ വായിച്ചുകൊണ്ടിരുന്ന ബുക്ക് അവൻ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഞാൻ വായിച്ചുകൊണ്ടിരുന്ന ബുക്ക് തിരിച്ചു മേടിച്ചു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ നോക്കിയത് സിമ്പിൾ കോംപ്ലക്സ് ആൻഡ് കോമ്പൗണ്ട് സെന്റൻസ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇത് എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എൻ്റെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്താൽ മതി. അപ്പൊ ഞാൻ നിങ്ങൾക്ക് അത് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. പിന്നെ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ എൻ്റെ സോഷ്യൽ മീഡിയകൾ ഒന്ന് ഫോളോ ചെയ്യുക. അതിൽ ഞാൻ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ആയിട്ടും പിൻ ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ആയിട്ടും പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ നമ്മൾ വിളിച്ചാൽ മാത്രമായി ഡീറ്റെയിൽസ് ഒക്കെ അപ്പം ഞാൻ പറയുന്നതായിരിക്കും. പിന്നെ ക്ലാസ്സുകൾ വന്നിട്ട് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ അന്നേരം പറയാം. ഓക്കെ, സോ അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ. സോ അപ്പോൾ ഇന്നത്തെ നിങ്ങൾക്ക് എൻ്റെ ഈ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ട് കുഞ്ഞ് ബെല്ലൈക്കൻ ഉണ്ടാകുമ്പോൾ അതും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ.
സോ അപ്പൊ എല്ലാവർക്കും എൻ്റെ അടുത്ത ക്ലാസ് ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ, സി യു.